UDFനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ 101% വിജയിച്ചിരിക്കും. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികത്തിലും മൊത്തത്തിലുള്ള 9 വർഷത്തെ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ളൊരു വികാരം ഉറപ്പായിട്ടും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. പാർട്ടി സ്ഥാനാർത്ഥി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ സ്ഥാനാർത്ഥിയുടെ പേരും ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കും. അല്ല, അത് ഇന്നോ നാളെയായിട്ട് എന്തായാലും പ്രഖ്യാപനം ഉണ്ടാവും, സംശയമില്ല. അതോടൊപ്പം തന്നെ പക്ഷേ ഒരു കാര്യം നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടത്, ഈ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. കാരണം തിരഞ്ഞെടുക്കപ്പെടുന്ന MLAക്ക് ഇനി വെറും 8 മാസമാണ് പ്രവർത്തിക്കാൻ കഴിയുക. മാർച്ച് 1-ാം തീയതിയോടുകൂടി 2026 ഇലക്ഷൻ്റെ പ്രഖ്യാപനം ഉണ്ടാവും. അതിനിടയ്ക്ക് ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒന്ന് MLAക്ക് പ്രവർത്തിക്കാൻ 8 മാസം പോലും കിട്ടില്ല. രണ്ടാമത്തത്, കാലവർഷം ഏറ്റവും ശക്തി പ്രാപിക്കുന്ന സന്ദർഭത്തിലാണ് തിരഞ്ഞെടുപ്പ്. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇനി കാലവർഷത്തിൻ്റെ കെടുതികളൊക്കെ നേരിടേണ്ട ചുമതലയും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വേണ്ടിയിരുന്നോ എന്നുള്ളൊരു സംശയം എന്നെപ്പോലുള്ളവർക്കുണ്ട്. പക്ഷേ UDFനെ സംബന്ധിച്ച് ഞങ്ങളുടെ കരുത്ത് തെളിയിക്കാനുള്ള ഏറ്റവും നല്ലൊരു സന്ദർഭം കൂടിയാണ് ഈ ഇലക്ഷൻ. താങ്കൾ പറഞ്ഞു ഇന്നോ നാളെയോ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമെന്നോ. പാർട്ടി ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥി സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്? അല്ല, അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ ഒരു ഏതാണ്ടൊരു മൊത്തത്തിലൊരു തീരുമാനത്തിൽ പാർട്ടി എത്തിയിട്ടുണ്ട്. പക്ഷേ ആ തീരുമാനം ദേശീയ നേതൃത്വമായിട്ട് ആലോചിച്ചതിന് ശേഷം പ്രഖ്യാപിക്കും. അത് ഇന്നോ നാളെ ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം ഇനിയിപ്പോൾ വെച്ച് താമസിപ്പിക്കാൻ കഴിയില്ല. ജൂൺ 2-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷൻ. അതുകൊണ്ട് വരുന്ന സ്ഥാനാർത്ഥിക്ക് പ്രവർത്തിക്കാൻ ഡേറ്റ് കാണില്ല. ഇന്നിപ്പോൾ 25-ാം ദിവസമാണ് ഇലക്ഷൻ. അപ്പോൾ ഇനി പ്രവർത്തിക്കാൻ സമയം കുറവാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്പീഡിൽ തന്നെ സ്ഥാനാർത്ഥി രംഗത്ത് വരും. നിലമ്പൂരിലെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് PV അൻവറാണ്. അപ്പോൾ PV അൻവറുമായി നിലവിൽ UDFിന്റെ തീരുമാനം വന്നിരിക്കുന്നത് സഹകരിച്ചു പോകാമെന്നുള്ള നിലയിലാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും ആ ധാരണ എത്രമാത്രം പ്രാവർത്തികം? അല്ല, ഈ ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സഹകരണം ഉണ്ടാവും. കാരണം അദ്ദേഹം രാജിവെച്ച ഒഴിവിലാണല്ലോ ബൈ ഇലക്ഷൻ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ UDF യോഗത്തിൽ അദ്ദേഹത്തിനെ കൂടെ സഹകരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ ഇലക്ഷനിൽ അദ്ദേഹം കൂടെ പൂർണ്ണമായിട്ട് UDFിനോടൊപ്പം ഉണ്ടാവും. ഒരു പൂർണ്ണമായ സഹകരണം, അതായത് നേരത്തെ തൃണമൂൽ കോൺഗ്രസ് എന്ന നിലയിൽ വേണമെങ്കിൽ അൻവർ ഒറ്റയ്ക്ക് വട്ടെ എന്ന ചർച്ച ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു. അതിലേക്ക് ഒരു അതൃപ്തി അൻവർ ഉണ്ടാകും. അല്ല, PV അൻവറിന്റെ നേതൃത്വത്തിൽ ഉള്ള സംവിധാനത്തിനെ UDFിനോടൊപ്പം സഹകരിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് തൃണമൂലമായിട്ട് അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് അസോസിയേറ്റ് അംഗമെന്ന് പറയാൻ കാരണം. അല്ലെങ്കിൽ പൂർണ്ണ അംഗത്വം കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധം ഉണ്ടായിട്ടില്ല. പക്ഷേ തൃണമൂലിൻ്റെ ദേശീയ തലത്തിലെ ചില സ്റ്റാൻഡുകളെ കുറിച്ചിട്ടുള്ള തർക്കങ്ങൾ ഉണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ അൻവറിനെ പൂർണ്ണമായിട്ട് UDFിനോടൊപ്പം നിർത്തും. ആ അൻവർ ഫാക്ടർ എത്രമാത്രം ഒരു ഡിസൈസീവ് ആയിരിക്കും, ഒരു നിർണായകമായിരിക്കും ഈ ഇലക്ഷനിൽ? തീർച്ചയായിട്ടും 8-9 വർഷം MLA ആയിരുന്ന ഒരാളല്ലേ. അദ്ദേഹത്തിന് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്താണെങ്കിലും ഒരു സ്വാധീനം ഉണ്ടാവുമല്ലോ. ആ സ്വാധീനം തീർച്ചയായിട്ടും UDFിൻ്റെ വിജയത്തിന് കരുത്ത് പകരും. ഒരു സംശയം അക്കാര്യത്തില്ല. അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. തൊട്ടു മുമ്പാണ് വലിയൊരു ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത്. അതായത് ദേശീയപാത വികസനം എന്നത് ഇടതു സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമായി അവർ 1ഉം 2ഉം സർക്കാരുകൾ വലിയ നേട്ടമായി, മുഖ്യ നേട്ടമായി അവതരിപ്പിച്ചു വരികയായിരുന്നു. ഈ സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുകയും വലിയൊരു ചർച്ച ഉണ്ടാവുകയും ചെയ്തത്. ഇത് എത്രമാത്രം ഈ തെരഞ്ഞെടുപ്പിൽ അത് റിഫ്ലക്ട് ചെയ്യുമെന്നാണ് ഉദ്ദേശിച്ചത്? ദേശീയപാത മാത്രമല്ല, കഴിഞ്ഞ 9 വർഷത്തെ ഭരണത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള തിരിച്ചടി ഇലക്ഷനിലുണ്ടാവും. 9 വർഷത്തെ എല്ലാ കാര്യങ്ങളും, ദേശീയപാത ഉൾപ്പെടെ. മാത്രമല്ല, എല്ലാ രംഗത്തും പരാജയമാണ്. എന്താ പറയേണ്ടത്, 10% മാർക്ക് കിട്ടിയൊരു കുട്ടി അതിൻ്റെ വീട്ടുകാരെ കളിപ്പിക്കാൻ വേണ്ടി വലത്തുഭാഗത്തൊരു 0 കൂടി ഇട്ട് 100% കിട്ടിയെന്ന് പറയുന്ന പോലെയാണ് ഈ സർക്കാരിൻ്റെ പ്രോഗ്രസ് കാർഡ്. ആ പ്രോഗ്രസ് കാർഡ് തുറന്നു കാണിച്ചുകൊണ്ടാണ് നിലമ്പൂരിൽ ഞങ്ങൾ വോട്ടർമാരെ സമീപിക്കുക. പക്ഷെ ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പ്രതിപക്ഷത്തിന് ഒരു 0 മാർക്കാണ് നൽകിയിരിക്കുന്നത്. ഒരു പ്രവർത്തനമില്ലാത്ത ഒരു പ്രതിപക്ഷം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഗോവിന്ദൻ മാഷ പാർട്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ള ശൈലിയല്ല ഞങ്ങളുടെ ശൈലി. കാരണം ജനത്തിനെ ദ്രോഹിക്കരുത്. ഞങ്ങൾ ഒരിക്കലും ഒരു സമര അക്രമത്തിലേക്ക് പോയിട്ടില്ല. ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക് സമരം ചെയ്യേണ്ട പോലെ ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് അത് ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാവാത്ത രീതിയിലാണ് ഞങ്ങൾ സമരം ചെയ്തിട്ടുള്ളത്. അതാണ് ഞങ്ങളുടെ ശൈലി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും സഹകരിപ്പിച്ചുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടും. സർക്കാരിനെതിരായുള്ള ഒരു വികാരം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. 101% സർക്കാർ വിരുദ്ധ നിലപാടായിരിക്കും നിലമ്പൂരിൽ നിന്ന് പുറത്തു വരിക.